യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ വചന ശുശ്രൂഷയിലേക്ക്, സൗഖ്യ പ്രാർത്ഥനകളിലേക്കും നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ, ആകാശത്തിൽ ഭൂമിയിൽ പാതാളത്തിൽ എല്ലാ മുഴങ്കാലുകളും അടങ്ങുന്ന ആ വലിയ നാമത്തിൽ മാനവരാശി വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവപിതാവ് ഉത്തരം നൽകുന്ന യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചാണ്. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയാണ്. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ മറിയം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ 46 മുതലുള്ള വചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്താണ് അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ പരിശുദ്ധ മറിയത്തിൽ പരിശുദ്ധാത്മാവിലൂടെ സംഭവിച്ചിരിക്കുക. വചനമായ യേശു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ പിറന്നു. അത് പരിശുദ്ധ മറിയം പറയുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് ദൈവത്തിൽ ആനന്ദിക്കുന്ന, രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയാ അവിടെ ആദ്യ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മുടെ രക്ഷകനായ യേശുവിൽ നമുക്ക് ആനന്ദിക്കാൻ സാധിക്കണം. നമ്മളെ നിരന്തരം സഹായിക്കുന്ന, കാത്തുപരിപാലിക്കുന്ന, നമ്മളെ കൈപിടിച്ചു നടത്തുന്ന പരിശുദ്ധ അമ്മയിൽ നമുക്ക് ആനന്ദിക്കണം. അമ്മയോടൊപ്പം യേശുവിനെ ആരാധിക്കുവാനും യേശുവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായിട്ട് നമുക്ക് കഴിയണം. അമ്മ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നിർദ്ദേശമുണ്ട്. യോഹന്നാൻ 2:5, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. പരിശുദ്ധ അമ്മയ്ക്ക് മാനവരാശിയോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ഈ ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്. എല്ലാവരും ജപമാല ചൊല്ലുന്നു, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന, അതായത് ജപമാലയിൽ നമ്മൾ യേശുവിൻ്റെ രക്ഷാകര ചരിത്രമാണ് ധ്യാനിക്കുന്നത്.
സന്തോഷ രഹസ്യങ്ങളിൽ യേശുവിൻ്റെ ബാല്യകാലം ധ്യാനിക്കുന്നു. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ യേശുവിൻ്റെ പിണാസകനമാണ് ധ്യാനിക്കുന്നത്. പ്രകാശ രഹസ്യങ്ങളിൽ യേശുവിൻ്റെ പരസ്യജീവിതം ധ്യാനിക്കുന്നു. മഹിമയുടെ രഹസ്യങ്ങളിൽ യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ചിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിനെക്കുറിച്ചുള്ള 2 രഹസ്യങ്ങൾ ധ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജപമാല യേശുവിൻ്റെ രക്ഷാകര ജീവിതത്തെയാണ് നമ്മൾ നിരന്തരമായിട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ല, യേശുവിൻ്റെ രക്ഷാകര ചരിത്രം നമ്മൾ ജപമാലയിലൂടെ ധ്യാനിച്ചു കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയാണ് ശരിക്കും നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, യേശുവിലേക്ക് നമ്മളെ നയിക്കുന്നത് അമ്മയാണ്. ഈ അടുത്ത നാളിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവർക്ക് എൻ്റെ 10-12 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ അവരൊത്തിരിയേറെ വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചിട്ട് വിദേശത്താണ്. അവർ നാട്ടിൽ വന്നപ്പോൾ ഒരു വേളാങ്കണ്ണിയിൽ പോയി നന്നായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പോയി ഒരു കുഞ്ഞിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. വേളാങ്കണ്ണി എന്ന സ്ഥലം പരിശുദ്ധ മാതാവിൻ്റെ വലിയ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുക. ഒരു വർഷം കോടിക്കണക്കിന് മനുഷ്യർ അവിടെ വന്ന് പരിശുദ്ധ ദൈവമാതാവിനെ വിളിച്ചപേക്ഷിക്കുക. അവിടെ വരുന്നവർ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ കുടുംബം പറയുകയാണ്, അവിടെ ചെന്ന് അവർ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് അവർക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയാൽ കുഞ്ഞിനെ ലഭിച്ചുവെന്ന ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചു. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം, ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ കോട്ടയം നാഗമ്പടത്ത് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് വിജയപുരം രൂപതയിലുള്ള ഒരു ദേവാലയമാണ്. ഇന്ന് ഓരോ ചൊവ്വാഴ്ചകളിലും ലക്ഷങ്ങൾ അവിടെ തടിച്ചുകൂടുന്നത് മഹാവിശുദ്ധനായ സെയിൻറ്റ് ആൻ്റണിയുടെ മധ്യസ്ഥയിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ സംഭവിക്കുന്നു. അനേകം വിജാതിയർ അവിടേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുക. ആ സ്ഥലം ദൈവം തിരഞ്ഞെടുത്തതാ. ആരൊക്കെ നിഷേധിച്ചാലും എതിർത്താലും ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് ജനം വരും. അവിടെ ദൈവം ആ വിശുദ്ധകളിലൂടെ അനുഗ്രഹം വർഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ അവിടേക്ക് നോക്കിയിരിക്കുക. അവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കായിട്ട് ദൈവത്തിൻ്റെ കാതുകൾ തുറന്നിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ കേരളത്തിൽ ഒത്തിരിയേറെ ദേവാലയങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള അക്കരപ്പള്ളിയിൽ ഓരോ ദിവസവും അനേകർ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് ജപമാലയുടെ മാസമാണ്. ജപമാല ഭക്തിയിൽ നമ്മൾ വളരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ജപമാല നമ്മൾ ചൊല്ലിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ ജപമാല നമ്മൾ അണിയിക്കണം. ജപമാല ഭക്തിയിൽ നമ്മുടെ കുടുംബം നിലനിൽക്കണം. മരിയ ഭക്തി അത് നമ്മുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. എത്ര വലിയ അനുഗ്രഹമാണത് ഉണ്ട്. ഈ മാസം നമുക്ക് കൂടുതൽ ജപമാല ചൊല്ലണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ മഹത്വപ്പെടുത്തണം. പരിശുദ്ധ മാതാവ് ഭാത്യമായി പ്രത്യക്ഷപ്പെട്ടിട്ട് 100 വർഷം പൂർത്തിയായതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ ഭാത്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രധാനമായിട്ട് ലോകത്തിന് നൽകിയ സന്ദേശം എന്താ? മാനസാന്തരപ്പെടുക, പാപം ഉപേക്ഷിക്കുക, ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, ദൈവത്തിലേക്ക് മടങ്ങി വരിക. അല്ല, എവിടെയും പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ളത് ഇതാ, മാനസാന്തരപ്പെടുക.
മാനസാന്തരപ്പെടുക, പാപവഴികൾ, ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരിക. നമ്മൾ കേൾക്കാറുണ്ട് പല സ്ഥലങ്ങളിലും പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് കണ്ണുനീര്, രക്തക്കണ്ണുനീര് വന്നുവെന്നൊക്കെ. എന്താ അതിൻ്റെ അർത്ഥം? മാതാവിൻ്റെ ഒരു രൂപത്തിൽ നിന്ന് രക്തക്കണ്ണുനീരൊഴുകി എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് അമ്മയുടെ ഹൃദയത്തിൻ്റെ സങ്കടത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാനവരാശിയുടെ കുത്തഴിഞ്ഞ പാപത്തിൻ്റെ ജീവിതത്തിൽ വേദനിക്കുന്ന ഒരമ്മയുടെ ഹൃദയം. പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികൾ എത്രയോ പേരാണ് പാപത്തിൻ്റെ മോശപ്പെട്ട വഴികളിൽ കുത്തഴിഞ്ഞ് ജീവിക്കുന്നവർ. ദൈവത്തെ മറന്നു ജീവിക്കുന്നു. കുമ്പസാരമില്ല, കൂദാശ ജീവിതമില്ല, പ്രാർത്ഥനയില്ല, വേണ്ടവണ്ണം സാപത്ത് ആചരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒത്തിരി 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 ക്രൈസ്തവ വിശ്വാസികളുണ്ട്. അവരെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മ നൊമ്പരപ്പെടുകയാണ്. ഈ ലോകം നാശത്തിലേക്ക് പോകുന്നോർത്ത് കരയുന്ന ഒരമ്മ. ആ അമ്മയുടെ കണ്ണുനീരിൻ്റെ അടയാളമാണ് തിരുസ്വരൂപത്തിൽ നിന്ന് രക്തക്കണ്ണുനീര് ഒഴുകുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ലോകത്തെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന ഒരു അടയാളം തന്നെയാണ്. ലൂക്ക 1:48 അവിടുന്ന് തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മറിയം തൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി. ആ സമർപ്പണം ദൈവത്തിന് ഏറ്റവും പ്രീതികരമായിട്ട് മാറി. യേശു പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു പരിശുദ്ധാത്മാവിനാൽ. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. പരിശുദ്ധ മറിയം ഭാഗ്യവതിയായി തീർന്നു തൻ്റെ ആഴമായ സമർപ്പണത്തിലൂടെ. യേശുവിനെ രക്ഷകനായി തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചതിലൂടെ, വചനമായ ദൈവത്തെ, ലോകത്തിൻ്റെ രക്ഷകനെ മാനവരാശിക്ക് തന്നതിലൂടെ പരിശുദ്ധ മറിയം ഭാഗ്യവതിയായി തീർന്നു. ഇനി മറിയം ഭാഗ്യവതിയായി തീരാൻ മറ്റൊരു കാരണമുണ്ട്. യേശുവിൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിൽ മറിയം തൻ്റെ ഹൃദയം കൊണ്ട് പങ്കുചേരുകയായിരുന്നു. യേശുവിൻ്റെ ശരീരമെല്ലാം അടിച്ചു മുറിച്ച് തകർക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയമാണ് പിളർന്ന്, പരിശുദ്ധ അമ്മയുടെ ഹൃദയമാണ് മുറിഞ്ഞത്. ആ അമ്മ തൻ്റെ പ്രിയപുത്രനെ കുരിശിൻ്റെ വഴിയിലൂടെ അനുഗമിച്ചു. കുരിശിൻ്റെ ചുവട്ടിൽ തൻ്റെ പ്രിയപുത്രൻ്റെ കുരിശുമരണത്തിന് അമ്മ സാക്ഷിയായി. ഇന്നിതാ പരിശുദ്ധ മറിയത്തെ ലോകം മുഴുവൻ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ലോകം എന്നുവരെയുണ്ടോ അന്നുവരെ പരിശുദ്ധ മറിയത്തെ എല്ലാവരും ഭാഗ്യവതി എന്ന് വിളിക്കും. ഇത് വചനമാണ്. ഈ വചനത്തിന് മാറ്റമില്ല. ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായെങ്കിൽ യേശുവിൻ്റെ രക്ഷാകര സഹനത്തിൽ പരിശുദ്ധ അമ്മ പങ്കുചേർന്നു. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മ ഏറ്റുവാങ്ങിയ സഹനം, തൻ്റെ പ്രിയപുത്രൻ്റെ പീഡാസഹനം നേരിൽ കണ്ടുകൊണ്ട് സഹിച്ച അമ്മ. സകല തലമുറകളും ഭാഗ്യവതി എന്ന് വിളിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മക്കളാകുവാനാണ് നമുക്ക് ഭാഗ്യം ലഭിച്ചത്. ആ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. മാനവരാശിക്ക് മുഴുവൻ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇടമുണ്ട്. മഹാവിശുദ്ധനായ വിശുദ്ധ ജോൺ പോൾ പിതാവ് റഷ്യയെ, കമ്മ്യൂണിസ്റ്റ് റഷ്യയെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ്? സോവിയറ്റ് യൂണിയനിലെ ഭരണകൂടങ്ങൾ തകർന്നടിഞ്ഞു, കമ്മ്യൂണിസം നിലംപൊത്തി, ആ രാജ്യം ഛിന്ന ഭിന്നമായി പോയ ചരിത്രം നമുക്കറിയാം. കമ്മ്യൂണിസത്തിൻ്റെ അധപ്പതനം അവിടെ സംഭവിക്കുക. തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കുവാൻ, സാത്താന്റെ കോട്ടകളെ തോൽപ്പിക്കുവാൻ ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല. ജപമാല ചൊല്ലി പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴും.
പിശാചിൻ്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടും. മനുഷ്യമക്കളെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന അന്ധകാര ശക്തികൾ, സാത്താന്യ ശക്തികൾ വിട്ടൊഴിയും. എവിടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അവിടെ അനുഗ്രഹിക്കപ്പെടുക. ജപമാല ചൊല്ലുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ പല സ്ഥലത്തും അഖണ്ഡ ജപമാല നടത്തുവാറുണ്ട്. നമ്മുടെ ഏകദിന കൺവെൻഷൻ നടക്കുന്ന മുണ്ടക്കയം ചിറ്റടി സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ എല്ലാ മാസവും അഖണ്ഡ ജപമാല നമ്മൾ നടത്തുന്നുണ്ട്. രാവിലെ തുടങ്ങി വൈകിയോളം. ഈ ഒക്ടോബർ മാസത്തിൽ 2 അഖണ്ഡ ജപമാല നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹത്തോടെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല. ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ശക്തരാകണം. നമ്മുടെ കൈവശം എപ്പോഴും ഒരു ജപമാല ഉണ്ടായിരിക്കുന്നത് ഒത്തിരിയേറെ നല്ലതാണ്. വെഞ്ചരിച്ചൊരു ജപമാല നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ഒത്തിരിയേറെ സീരിയൽ കാണുന്നവരും വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്നവരും ഒക്കെയുണ്ട്. അതൊക്കെ ഒഴിവാക്കി വീട്ടിലിരുന്ന് മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. സമയം കിട്ടുമ്പോഴൊക്കെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി, അനേകം വിജാതിര ക്രിസ്തുവിൻ്റെ രക്ഷ സ്വീകരിക്കാൻ വേണ്ടി ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല പ്രാർത്ഥനയിലൂടെ ഉറപ്പായിട്ടും അത്ഭുതങ്ങൾ നടക്കും. ജപമാലയിൽ നമ്മൾ യേശുവിൻ്റെ ജീവിതമാണ് ധ്യാനിക്കുന്നത്. ആ ജീവിതം ശാന്തമായിട്ട് ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ്. വിശുദ്ധ ജോൺ ബോൾ പിതാവ് വലിയ ജപമാല ഭക്തനായിരുന്നു. വിശുദ്ധ ജോൺ ബോൾ പിതാവാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നൽകിയത്. മഹാവിശുദ്ധനായ വിശുദ്ധ പാദ്രിയപ്പയുടെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം 40 ജപമാലയൊക്കെ ചൊല്ലുമായിരുന്നു. വലിയ മാതാവിൻ്റെ ഭക്തനായിരുന്നു പാദ്രിയപ്പിയോ. അങ്ങനെ ആരൊക്കെ വിശുദ്ധന്മാരായോ വിശുദ്ധകളായോ അവരൊക്കെ വലിയ ജപമാല ഭക്തരായിരുന്നു. അനേകം ജപമാലകൾ അവരിങ്ങനെ നിരന്തരമായിട്ട് മടുക്കാതെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കും ആ ഒരു ശീലത്തിലേക്ക് വരാം. സമയം കിട്ടുമ്പോഴൊക്കെ ജപമാല ചൊല്ലാം. ജപമാല ചൊല്ലാം. ഒരു മടി വിചാരിക്കരുത്. അതിനകത്ത് ലജ്ജിക്കേണ്ട കാര്യമില്ല. ഓരോ ജപമാല മണിമുത്തിലൂടെ ചൊല്ലുന്ന നന്മ നിറഞ്ഞു പറയുമെന്ന പ്രാർത്ഥനയിലൂടെ സാത്താൻ്റെ കോട്ടകൾ ഇടിയുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിച്ച് ശക്തരാകാം. ജപമാല പ്രാർത്ഥനയുടെ വലിയ മഹത്വം നമ്മൾ തിരിച്ചറിയുക. ജപമാല ശക്തമായ ഒരു ആയുധമാണ്. ഹല്ലേലൂയ. അനേകം രാജാക്കന്മാരൊക്കെ യുദ്ധങ്ങളിൽ വിജയിക്കുവാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, ഏതാനും വർഷം മുൻപ് അമേരിക്കയിൽ നടന്നൊരു സംഭവം. നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ച വലിയൊരു അത്ഭുത സംഭവമാണ്. ഒരു വിമാനം അതിൻ്റെ എൻജിൻ നിന്നു പോവുകയാണ് ആകാശത്ത് വെച്ച്. ആ വിമാനം പറപ്പിച്ചിരുന്ന പൈലറ്റ് അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ എൻജിൻ ഇതാ നിന്ന് കഴിഞ്ഞിരിക്കുക. വിമാനത്തിന് 2 എൻജിനുണ്ട്. അടുത്ത എൻജിനിൽ വിമാനം പറക്കുക. ആ എൻജിനും ഡൗൺ ആകാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ പൈലറ്റ് ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. അദ്ദേഹം വലിയ ഒരു മരിയ ഭക്തനാണ്. അദ്ദേഹം വിമാനത്തിൽ അനൗൺസ് ചെയ്തു എല്ലാവരും പ്രാർത്ഥിക്കുവാൻ. അദ്ദേഹം നന്മ നിറഞ്ഞ മറിയമേ എന്ന മനോഹരമായ ആ പ്രാർത്ഥന ചൊല്ലുകയാണ്. ലോകത്തിൻ്റെ മനസ്സാക്ഷിയിൽ ഒരത്ഭുത സംഭവമായിട്ട് മാറുകയാണ്. അമേരിക്കയിലെ ഹഡ്സൺ നദിയിൽ ആ വിമാനം ആ പൈലറ്റ് ഇറക്കുകയാണ്. ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും ജീവനോടെ പുറത്തു വന്നു. ഏറ്റവും അവസാനം എല്ലാവരെയും പുറത്തിറക്കിയതിനു ശേഷം പൈലറ്റ് ഇറങ്ങി വന്നു. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, എങ്ങനെയാണ് ഇതിന് സാധിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ കഴിവല്ല, പരിശുദ്ധ കന്യകാമറിയം തൻ്റെ കൈകളിൽ ഈ വിമാനത്തെ താങ്ങിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയൊരു സംഭവമായിരുന്നു.
നമ്മൾ തിരിച്ചറിയുക, ഏതൊരു അപകടത്തിലും ഏതൊരു തകർച്ചയിലും നമ്മളെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയുണ്ട്. തിരിച്ച് യുവതിയുവാക്കന്മാരെ, ഞങ്ങൾ വിശുദ്ധിയിൽ നിലനിൽക്കാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കുട്ടികളെ, നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുമ്പോൾ ജപമാലയൊക്കെ ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. പരീക്ഷയിൽ ഉറപ്പാണ് പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കും. അഭിഷേകത്തിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, കൃപയിൽ നിറയുവാൻ നിരന്തരമായിട്ട് നമുക്ക് യേശുവിൻ്റെ രക്ഷാകര ചരിത്രം ജപമാലയുടെ ധ്യാനിച്ച് നിരന്തരം പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാം, ജപമാല ഭക്തരായിട്ട് മാറാം. ഈശോ അമ്മയിലൂടെ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ നാമം പരിശുദ്ധമാണ്. എന്താ പേര്? ലാലി. ഞാൻ പാറത്തോടുന്ന് വരുന്നു. ഞാൻ സിറ്റൗട്ടിൽ നിന്ന് പുറം തല്ലി നടുവ് തല്ലി വീണാണ്. നട്ടലിന് പൊട്ടൽ പറ്റിയായിരുന്നു. പാമ്പാടി കോട്ടയത്ത് അവിടെ ധ്യാനം നടന്നപ്പോൾ അവിടെ വന്ന് എനിക്ക് സാബിറിൻ്റെ ധ്യാനം കൂടി എനിക്ക് രോഗസൗഖ്യം കിട്ടിയതാണ്. 2014 2 കിലോ പോലും ഇങ്ങനെ വെയിറ്റ് എടുക്കത്തില്ലായിരുന്നേ. അപ്പോൾ ഈ നടുവ് ഇങ്ങനെ റാ പോലെ വളഞ്ഞ് നിൽക്കുമായിരുന്നു. മുട്ടുകാലം ഇങ്ങനെ മടക്കി വെച്ചെങ്കിലായിരുന്നു പുറം ചെന്ന് ബെഡയിലോട്ട് ഇങ്ങനെ മുട്ടുകൊള്ളായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ധ്യാനം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് രോഗസൗഖ്യം കിട്ടി. 10 കിലോ വരെ ഞാൻ എടുത്ത് പൊക്കി. തലയിലൊന്നും വെച്ചൊന്നും ചുമക്കത്തില്ലായിരുന്നു. ഈ നടുവേദനായിരുന്നു. ഇപ്പോൾ 10 കിലോയൊക്കെ വെച്ച് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇത് നട്ടല് പൊട്ടി, വീഴ്ച നട്ടല് പൊട്ടിയതായിരുന്നു. 2014 നമ്മൾ ധ്യാനം കൂടി. അന്ന് കർത്താവ് സൗഖ്യം നൽകിയതാണ്. ഇതിനുശേഷം ഒരു കുഴപ്പമില്ല. ഒന്ന് കുഞ്ഞൊക്കെ കാണിക്കാമോ? ഒന്ന് നിവർന്നേ, തിരിച്ചൊക്കെ ഒന്ന് കാണിച്ച്. ഒരു കുഴപ്പമില്ല. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് ബാബു എന്നാണ്. അർത്തുങ്കലാണ് വീട്. പിന്നെ എൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ കാഞ്ഞിരപ്പള്ളിയിലാണ്. പുള്ളിക്കാരൻ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം ഞാൻ എടുത്തിരുന്നു. അവസാനം പുള്ളിക്കാരന് പെട്ടെന്നൊരു പൈസയുടെ ആവശ്യം ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അത് വിൽക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ നടക്കുന്നില്ല. എന്നോട് പറഞ്ഞ അവസാനം ഞങ്ങൾ തമ്മിൽ വാസ്തവത്തിൽ ഉള്ള ബന്ധത്തിന് വരെ ചെറിയ ബുദ്ധിമുട്ടായി. പിന്നീട് ഇത് വെച്ചല്ല, അല്ലാതെ തന്നെ ഷാജി എന്ന് പറയും പുള്ളിക്കാരൻ തന്നെ ഇവിടെ എനിക്ക് എൻ്റെ പേരിൽ ബുക്ക് ചെയ്തിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു ഒരു ധ്യാനം കൂട്ടണം, സാബിറിൻ്റെ ധ്യാനം കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കൂടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ വാസ്തവത്തിൽ അവിടെ ആ നാളിലൊന്നും ഒരു കച്ചവടം നടക്കുക. ഇതൊരു ഏകദേശം ഒരു 10-80 ലക്ഷത്തിന് മേലുള്ളൊരു വലിയ കച്ചവടമായിരുന്നു. അത് ഈസി ആയിട്ട് നടന്ന് ആ കാര്യങ്ങൾ നടന്ന്. പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളക്കെട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ വർഷകാലമായി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം എൻ്റെ പെരയുടെ എറമ്പത്ത് വരെ വരുമായിരുന്നു. ഞാനിവിടെ ധ്യാനത്തിൽ വന്നപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു. കുറേ മണ്ണൊക്കെ ഇട്ട് അധികം സ്ഥലം പൊക്കി. പിന്നെ മകൾക്ക് ഇപ്പോൾ താൽക്കാലിക ജോലി ഇല്ലാതിരിക്കായിരുന്നു. ഇപ്പോൾ എഴുപിന്നയിൽ ഫാർമസിസ്റ്റായിട്ട് ജോലിയും കിട്ടി. സാബിറിൻ്റെ ധ്യാനത്തിൽ വളരെ ഇതായിട്ട് നിന്ന് പ്രത്യേക യേശുവിനെ നന്ദി പറയുന്നു. എത്ര വർഷമായിട്ട് വിൽക്കാതെ കിടന്ന വസ്തുവാണ്? അതൊരു 1 വർഷത്തിന് 1-2 വർഷമായിട്ട്. പുള്ളിക്കാരനാണെങ്കിൽ പൈസയ്ക്ക് വളരെ 2 വർഷമായിട്ട് വിൽക്കാതെ കിടന്ന വസ്തു ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. 80 ലക്ഷം രൂപയ്ക്ക് മേളിൽ നല്ലൊരു വിലയ്ക്ക് ഉടൻ തന്നെ വിറ്റു. എല്ലാ പ്രശ്നവും പരിഹരിച്ചു. കരമടിച്ചു കർത്താവ് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും
നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു